നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് പ്രിസൺ എസ്കേപ്പ്. അന്നേരം നമ്മൾ നേരത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടായിരുന്നു പാർട്ട് 2 ആയിരുന്നു. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന പ്രിസൺ എസ്കേപ്പ് പാർട്ട് 3 ആണ് കളിക്കാൻ പോകുന്നത്. അന്നേരം വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരാഴ്ച വീഡിയോ വരാതെ സ്കൂളൊക്കെ തുറന്നു, അതുകൊണ്ട് ക്ലാസ് കാരണമാണ്. ഇനി ഈ ആഴ്ച 3 വീഡിയോ എല്ലാം വരും. അതാണ്. പക്ഷെ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതാണ്. കാരണം വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കാണണം. കാരണം ഈ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് ഗെയിമിംഗ് വീഡിയോ. അങ്ങനെ എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം ഈ ഫണ്ണായിട്ടുള്ള വീഡിയോസ് നമുക്ക് എപ്പോഴും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നൊക്കെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇച്ചിരി സൗണ്ട് കാടേ. ശരി എന്നാ പൊക്കോ. ടോയ് പേപ്പർ കഴിക്കാം ഇച്ചിരി. താങ്ക് യു. ഓക്കെ പൊക്കോ പോ ബ്രോ. ഫുഡൊന്നും ഇല്ലല്ലോ. ഇവിടെ പോയിക്കേ, ഷെഡിൽ പോയിക്കേ. ഷെഡോ? വർക്ക് ഹൗസ് ആദ്യം സാധനം പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഈ വെയർ ഹൗസിൻ്റെ താക്കൂല് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. അത് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് തരുമോ. പക്ഷേ ഈ കൂട്ടുകാരൻ്റെ കത്തും വരുന്നില്ല. വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അന്നേരം നമുക്ക് കുഴിക്കാൻ തുടങ്ങാം. ഹോൾഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ടൂൾ എടുക്കാം. നമ്മളൊരുപാട് ആഴത്തിലെത്തി. 2.5 മീറ്ററായി. നമ്മുടെ നേരത്തെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണും. നമ്മുടെ ചാനലിൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യുക. ഓരോ സൈഡിൽ നിന്ന് തുടങ്ങും വീഡിയോ കാണാൻ എല്ലാവരും. പിന്നെ നമ്മുടെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെട്ടോ, പിന്നെ വീഡിയോയിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ, കളിക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ എല്ലാം ചെയ്യുന്നുണ്ടോ, കാരണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അന്നേരം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ ആദ്യമേ ഈ 1 മിനിറ്റ് ഫുള്ളും കുഴിക്കാം. നമുക്ക് ഓരോ റൊട്ടീൻ അനുസരിച്ച് ചെയ്യാം. ആദ്യം കുഴിക്കാം, എന്നിട്ട് അവിടെ എനർജി തീർന്നിട്ട് ഗാർഡിനെ വിളിക്കാം, എന്നിട്ട് ആളെ ഡിസ്മിസ് ചെയ്തിട്ട് പിന്നെ 1 മിനിറ്റ് കിട്ടുമല്ലോ. ആ 1 മിനിറ്റ് വെച്ച് നമുക്ക് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യാം. അങ്ങനെയാണ് സമയം കിട്ടും. ഇത് ഭയങ്കര ഇനി മണ്ടയ്ക്ക് പോവാം. ഈ സാധനങ്ങൾ എടുക്കണ്ട. സാധനങ്ങൾ 53 സെക്കൻഡേ ഉള്ളൂ. മണ്ണെല്ലാം എടുത്തു. ഞാൻ പറഞ്ഞതാ റൊട്ടീൻ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ പിടിക്കും പെടുമായിരിക്കും ചിലപ്പോൾ. അവരുടെ റൊട്ടീൻ അനുസരിച്ച് പെട്ടെന്ന് ചെയ്യണം. ഹൈഡ് ദ ടൂൾ പെട്ടെന്ന് മണ്ണ് കളക്ട് ചെയ്യാം. ഈ റൊട്ടീൻ അനുസരിച്ച് ചെയ്താൽ മതി. അതാണ് 37 സെക്കൻഡ് പെട്ടെന്ന്. 37 സെക്കൻഡൊക്കെ കൂടുതലാണ്. ഇത്ര മണ്ണ് എന്തുവാ, ഇച്ചിരി മണ്ണുള്ളൂ. അത് ഇടാനായിട്ട് അതിൽ 3 സാധനം ഉണ്ട്. അത് നമുക്ക് ഇടാം. നമുക്ക് ഗാർഡിനെ വിളിക്കാം. വരുന്നുണ്ടോ? നമുക്കങ്ങ് ഇപ്പോഴേ വിളിച്ചേക്കാം. ഗാർഡ് വന്നേ. സാധനം വിൽക്കാനോ അല്ലേ ഡിസ്മിസ് ചെയ്യാനോ? നമുക്ക് ടോയ്ലറ്റ് പേപ്പർ കളക്ട് ചെയ്യാം. ഓക്കെ 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ്. എടാ മോനെ, ഇവരുടെ ഒരു സെല്ല് ഉണ്ടോ? ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ടോ? ചെറിയ സെല്ല്. നമ്മളാന്ന് തോന്നുന്നു. ഇവൻ്റെ ചെറിയ സെല്ല. മോനെ ഗാർഡിനെ വിളിക്കാം. ഗാർഡ് മോനെ പൊക്കോ. ഇതിനൊക്കെ സാധനങ്ങൾ കളക്ട് ചെയ്യാം. അതാണ് ഇനി 2 മിനിറ്റ് ഉണ്ട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം. നമ്മൾ ഇത്രയും കുഴിച്ച് നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡ് ആയതേ ഉള്ളൂ. നമ്മൾ ഇത്രയും കുഴിച്ച് 3 മീറ്റർ ആവാറായി. നിങ്ങൾക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ 2.8 മീറ്ററും 7 മീറ്ററിലും ഒക്കെ ആണ് ഇങ്ങനെ നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ സാധനങ്ങൾ.
ഇനി കുഴിക്കാൻ തുടങ്ങിയാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം, അത് വൃത്തിക്കാവൂല. അങ്ങനെ നമ്മൾ എനർജി തീരുന്നവരെ ചെയ്യണം. രാത്രിയായി, നമുക്ക് രാത്രി ജോലി എടുക്കാം. ഇല്ല, രാത്രി പിന്നെ കാട് വരത്തില്ല, അത് കഴിഞ്ഞിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഗാർഡിനെ വിളിക്കാനോ? വിളിക്കാം. സാധനങ്ങളുണ്ട്. നെഗോഷിയേറ്റ് 20,000 കിട്ടുന്നു. സാധ്യതയില്ല. അതിന് നമ്മുടെ നല്ലൊരു കാടാ. ഉറങ്ങാൻ പറ്റുമോ നമുക്ക്? ഫുഡ് വാങ്ങിച്ചു. ഫുഡ് ബാഗ് എത്രയാണ്? ബാഗിന്റെ ആവശ്യമില്ല നമുക്ക്. എത്രയാണ്? 100. 10 സെക്കൻഡ് മുമ്പേ അവിടെ നിന്നാ മതി. വിളിക്കാം ഗാർഡിനെ നമുക്ക്. അതിലടിച്ചിട്ട് പോ. ടൂൾ എടുക്കണോ അല്ല സാധനങ്ങൾ എടുക്കണോ? ജോലി തുടങ്ങാം. നമുക്ക് രാവിലെ ആഴ്ചയായിട്ട് സാധനങ്ങളല്ലേ എടുക്കാം. ഇപ്പൊ ഇരുട്ടാണെന്നൊന്നും കാണുന്നില്ല. എന്താണേലും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ MP കൂട്ടുകാരെ നമുക്ക് മറ്റേ ലെറ്റർ അയച്ചു തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ചിലപ്പോൾ നമുക്ക് വെയർ ഹൗസിൻ്റെ താക്കോൽ എവിടാന്നൊക്കെ പറഞ്ഞു തരുമായിരിക്കാം, അറിഞ്ഞുകൂടാ. എന്താ പാട്ട്? ഫ്രണ്ട്സ്, നമ്മൾ ഗെയിമിൻ്റെ ന്യൂസ് കോപ്പി ചെയ്തതാണ്. പക്ഷേ എല്ലാം എടുത്തിട്ട് നമുക്ക് പോകാം. കാരണം നമ്മൾ ഈ ഗെയിം സൗണ്ട് ഓണാക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്തോന്നും ഇല്ല. ഗെയിം സൗണ്ട് അല്ല, ഗെയിമിൻ്റെ മ്യൂസിക് ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുക്കാം. കൂട്ടുകാരൊക്കെ എന്തോന്നു ഉറങ്ങണോ? ഓഫായിട്ടുണ്ട്. നമുക്ക് ഉറങ്ങാം. സ്ലീപ്പ്. നമ്മുടെ MP കൂട്ടുകാരൻ്റെ കത്ത് എന്താണേലും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ MP കൂട്ടുകാരൻ. Another mysterious incident. This time with the guard who ran sports and basketball. No sign of him. The last security footage shows he didn't hold the door for Dorothy, the cleaner. If you ran into her, I suggest you don't run. ആരോ ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട്. അയാൾ സാധനങ്ങളൊക്കെ എടുക്കാൻ എന്തോ ബാസ്കറ്റ് ബോളിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം സംഭവിക്കുന്നത്. ചിരിച്ചാണെങ്കിൽ ഓപ്ഷൻ ഉണ്ടോ? അത് അടുത്തോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത പറക്കുന്നൊന്നുമില്ല. ഇത് നമുക്ക് നമ്മുടെ കാർപ്പറ്റ് കൺട്രോൾ ചെയ്യാം.
നമ്മുടെ സംഭവമല്ലേ ഇവിടെ വെക്കാം. എല്ലാവരും കുറേ സാധനം കഴിക്കുന്നുണ്ട്. ഫുഡ് ഇപ്പോഴേ നമുക്ക് കഴിക്കുന്നത്. ഗാർഡനെ വിളിക്കാം. ഗാർഡ് വന്നേ എവരിത്തിങ് ഓക്കെ. ഓക്കെ ആട്ടത്തി വീടിന് സെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഷവല് വാങ്ങാൻ പറ്റും. നോക്കി ഇത്രയാണ് ഷവല്. 200 പാന് ഫുഡ് വാങ്ങണ്ട. വെയർ ഹൗസിൻ്റെ എന്തെങ്കിലും വാങ്ങി നോക്കി. അത് വെയർ ഹൗസിന് കീ നമ്മളില്ല. നമുക്കതായത് തവ ഇട്ടിട്ടുണ്ട്. ഈ എന്താണെങ്കിലും മുട്ട കിട്ടാൻ നമുക്ക് മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഈ തവ വെച്ചിന് എന്തോ ചെയ്യാൻ ഒന്നും ആകാടില്ല. ഞങ്ങളെന്തായാലും കുഴിക്കാൻ തുടങ്ങാം. അടുത്തൊരു അല്ല ഇത്രയും വലിയ കുഴി കാണുമ്പോൾ സന്തോഷം. ചില സൈഡിലൊക്കെ 3 മീറ്റർ ആയി. പക്ഷെ കാരണം നമ്മളിങ്ങനെ ഉണ്ടോ ഇവിടെ ഒക്കെ നിൽക്കാൻ 3.2 ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് നമ്മുടെ ചോറെടുത്ത് നമുക്ക് നമ്മുടെ സൂപ്പ് കഴിക്കാം. ഈ എയറിലൊക്കെ ഇരിക്കുന്ന മണ്ണെല്ലാം പൊട്ടിക്കും. നമ്മുടെ ഈ വിറ്റയിലൊക്കെ ഇച്ചിരി മണ്ണിട്ടുണ്ട്. അവൻ്റെ ആവശ്യമില്ല. എയറിലൊക്കെ ഇരിക്കുന്ന മണ്ണൊക്കെ ബാക്കി എൻ്റെ ബാക്കി അയ്യോ സമയമായിട്ടുണ്ടോ? നമ്മളെന്നെ വിറ്റിട്ട് പോയി. ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ കാണിക്കുന്നില്ല. ഫ്രണ്ട്സ് നമ്മൾ ഇപ്രാവശ്യം പിടിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. പേടിക്കണ്ട, സമയമുണ്ട്. ഒന്നാലും ആ കസാര വെച്ചേക്കുന്ന ഭയങ്കര റോങ് ആയിട്ടുള്ള സ്ഥലത്താണ്. അത്രയും മണ്ണ് അവനെടുക്കാൻ പറ്റൂല. കുഴപ്പമില്ല, പേടിക്കണ്ട. 14 സെക്കൻഡും കൂടെ ഉണ്ട്. ഒരു കഴിഞ്ഞ് കൈവിടുമ്പോൾ രക്ഷപ്പെട്ടു. എൻ്റെ ഒന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു. നമ്മുടെ ടൂൾ അടിയിലുണ്ട്. എല്ലാം അടഞ്ഞിരിക്കുക. നോക്കേ ഒന്നുമില്ല. എന്ത് നല്ല ഗാർഡാണ്. താങ്ക് യു. നോക്കാം എന്തോ ഫുഡ് കഴിച്ചത് അങ്ങനെ പിഴകാം. അപ്പോൾ ഫുഡ് ഇടുക. കുർക്കുറ ഇടും. കുർക്കുറ ഇതുവരെ കുർക്കുറ നല്ല എക്സ്ട്രാ ചിപ്സ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ? മാറിയിരിക്കും. കുർക്കുറ എന്നാലും ഇത് നല്ലൊരു കാടാ. വാതിലടയ്ക്കാൻ തോന്നുന്നു. ഏത് കാടാ? പെട്ടെന്ന് തുറക്ക്. നമുക്ക് ഇത്രയും വിളിച്ചാൽ മതി. സാധനങ്ങൾ അത് എടുക്കാം. അത് ഹൈഡ് ഇട്ടുകൊണ്ട് മണ്ണെല്ലാം കളാം. എന്നിട്ട് ചെയ്താൽ മതി. ഒത്തിരി മണ്ണാണ്. കുളിക്കുക, സോപ്പ് ഇടുക. ഇപ്പോഴേ കുഴിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ അൺറോൾ ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കത്തില്ല. ഇച്ചിരി കുഴിച്ചതേ ഉള്ളൂ. മണ്ണ് ഇത്രയാണ് വരുന്നത്.
ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല, 2 തവണ എടുക്കണം. ഇവിടെ ഇതിൻ്റെ പരിപാടിക്കൊന്നും അല്ലല്ലോ അവർ ഓടുന്നത്. കുടുങ്ങാനോ? ബാത്റൂമിൽ നോക്കി മോനെ ബാത്റൂം അത് ഗാർഡിനെ വിളിക്കാം. മോനെ ഗാഡേ, എനിക്കുള്ള ഇച്ചിരി ടോയ്ലറ്റ് പേപ്പർ 50 ആകാം. 50 പറ്റൂല, 46 ശരിയാ. ഫുഡൊക്കെ നമുക്കുണ്ട്. ഗാർഡിനെ തന്നെ വിളിച്ചേക്കാം. കാരണം ഈ ഗാർഡ് വാതിലടച്ചില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു വേദന. ഇവിടുന്ന് വിളിക്കാൻ പറ്റത്തില്ല. എൻ്റെ മോൻ ഇത്രയും വലിയ കോഴി. നമ്മൾ 1 മിനിറ്റ് നമ്മൾ 1 മിനിറ്റ് കുഴിക്ക് 1 മിനിറ്റ് മണ്ണെല്ലാം എടുക്കും. അതാണ് നമ്മുടെ വിഷയം. അതായത് മണ്ണെടുക്കാൻ തന്നെ സമയം എടുക്കും. ലെവൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇച്ചിരി അങ്ങനെ ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് ലെവൽ ചെയ്യാം. ലെവലായിട്ട് തന്നെ ആയി. ഇപ്പോഴും അടയ്ക്കണ്ട, കറിയിൽ മണ്ണെന്തെങ്കിലും അടയ്ക്കാൻ പറ്റും. നേരത്തെ ഒരു തവണ നമ്മുടെ മണ്ണ് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊരു സ്റ്റക്കായിട്ടില്ല. ഇത് നല്ല കാര്യമുണ്ടെങ്കിൽ ഇടിച്ച് കുത്തി പറഞ്ഞതേ ഉള്ളൂ. എന്തോ വിചാരം, പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അന്നേരം തന്നെ കാര്യമുള്ളൂ. ഗാർഡിനോട് വരാൻ പറയാം. VIP സിറ്റിസൺ. ഓക്കെ അങ്ങനെ കട അയ്യോ നമ്മുടെ സാധനം എടുക്കാൻ അടി സാധനങ്ങളുണ്ടല്ലോ. അത് അടി ഫുള്ള് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. ഷവപ്പെട്ടിയല്ല, ഷവപ്പെട്ടി കാണിക്കാതെ. ഇതൊരു ഷവപ്പെട്ടിയാ. അതെ, അതിന് ഷേപ്പുണ്ട്. ഇതൊരു ഷവപ്പെട്ടിയാ. മണ്ടക്കോട്ട് വലിയ സമയമില്ല. അത് നമുക്ക് അതിന്റെ മണ്ടയ്ക്ക് മണ്ണായതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എടുക്കാം, എന്താണെങ്കിലും പിന്നെ എടുക്കാം. പിന്നെ എല്ലാം റെഡിയാവില്ല. എല്ലാം റെഡി. എന്നാലും നമുക്കിനി ഗാർഡിനെ വിളിക്കാം. ഗാർഡ് സെൽ ഐറ്റംസ്. തൊട്ടിന് സെല്ല് ചെയ്യാം. അതിനൊക്കെ പൈസ വരുന്ന അവിടം വരെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. നമുക്ക് 30 സെക്കൻഡിന് വന്നു. ഓപ്പോ ഫുഡ് വാങ്ങിച്ചു. ഫുഡ് നമുക്ക് നമ്മുടെ ജോളോ ചിപ്പ് മേടിക്കാൻ വേണ്ടിയാണ്. ബ്രെഡാണ് വരുന്നല്ലോ. ഇത് തുറക്കാൻ പറ്റുമോ? അതിങ്ങനെ ഇത്ര ഇരിക്കാൻ പറ്റുന്ന വല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അൺലക്കിലി നമുക്ക് എങ്ങനെ ഇരിക്കും? ഇപ്പം നിൽക്കാം. ഇപ്പോൾ ഗാർഡ് ഒരു 3 സെക്കൻഡും കൂടെ വന്നു. നമുക്കിനി ആദ്യം ടൂൾ എടുത്തു തരാം. താഴോട്ട് പോകല്ലോ. ഫസ്റ്റ് നമുക്ക് ആ ശവപ്പെട്ടി എനിക്ക് നോക്കണം. ഓ, നിഗൂഢതകൾ നിറഞ്ഞ ശവപ്പെട്ടി. തുറക്കടാ. ഇനിയും കുഴിക്കണം. എൻ്റെ ചുറ്റിലും ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ മണ്ണെടുത്തിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് സ്വസ്ഥതയോടെ അത് ഇരുന്ന് ചെയ്യണം. ഇനി മണ്ടക്കോട്ട് പോയിക്കോ.
കാരണം നമുക്ക് ഒരു തവണ ഗാർഡിനെ വിളിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ എന്തോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോടൊന്നും നോക്കാൻ പറ്റത്തില്ല. അതോ നമ്മുടെ MP കൂട്ടുകാരൻ അതിൻ്റെ അകത്തിരുന്ന് ഓൺലൈനിലോ എല്ലാം നെറ്റ് കഴിക്കുകയാണെന്ന് നമുക്ക് അറിയണമല്ലോ. കാരണം നമ്മളെ കൂട്ടുകാരനൊന്നും പറയാൻ പറ്റത്തില്ല. ഫ്ലഷ് അടി അടി ഫ്ലഷ് സാധനങ്ങൾ വന്നിട്ടുണ്ടായാലും നമ്മൾ ഗാർഡിനെ വിളിച്ചിട്ടുണ്ട്. എന്താണേലും ഗാർഡ് മോനെ സെല്ലൈറ്റം 16 നെഗോഷിയേറ്റ് ചെയ്യാലോ. സെല്ലൈറ്റം കളക്ട് ഓക്കെ 30 സെക്കൻഡ്സ് ഒക്കെ ഓക്കെ. ഫുഡ് വാങ്ങണ്ടല്ലോ. നമുക്ക് എന്തായാലും 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പോയേനെ അങ്ങോട്ട്. അടച്ചിട്ട് പോ ഇതിൻ്റെ മുഖം കാണണ്ട. ഓക്കെ നമുക്ക് എന്താണേലും ഇനിയും പറ്റത്തില്ലേ? ഇനിയും സ്ഥലം വേണം. സ്വല്പം ഇനി ഓർക്കാൻ പറ്റുമോ? ഇതോടാ ബിറ്റ്കോയിനൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഓക്കെ ഇനി ഓർക്കാം. മണ്ണ് ഇത്രയും പറ്റുമോ? എന്തുവാ നമ്മൾ മണ്ണടത്ത് ചെയ്യുന്നോട് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ചെയ്യണം. കാരണം എനിക്ക് നോക്കണം അതിൻ്റെ സമാധാനത്തോടെ എന്താണ്. എനിക്ക് ഗാർഡ് വരുന്നത് എന്തെങ്കിലും ഇരി അതിൻ്റെ അകത്ത് ഏലിയൻസ് എല്ലാം ഉണ്ടെങ്കിലോ ഏലിയൻ ചാടി പോയാലോ. അന്നേരം നമ്മളിവിടെ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരി സ്റ്റക്കായിപ്പോയി. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് എന്തോ ചെയ്ത് ഇങ്ങനെ കുത്തി അടിക്കാൻ പറ്റും. അന്നേരം നമ്മുടെ ബാക്കി മണ്ണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കോൾഡ് ഗാർഡ് എന്തെങ്കിലും നമ്മുടെ ഫുഡ് ഐറ്റം ഒന്നുമില്ല. കോൾഡ് ഗാർഡ് 21 മിനിറ്റായി. ഒന്നുമില്ല അല്ലേ പോ. ഇന്നെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നമുക്കിനി ഷാപ്പിട്ടി നോക്കാം. എന്നാലും പെട്ടി തുറന്ന് നോക്കാം. ഓ അയ്യേ ഒരു കീ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു താക്കോൽ ഇട്ടിട്ടുണ്ട്. താക്കോൽ എടുക്കാൻ പറ്റാത്ത വേറെ താക്കോൽ കിട്ടി. എനിക്ക് തോന്നി നമ്മുടെ MP കൂട്ടുകാരൻ അതിൻ്റെ അകത്ത് എന്തോ ഗ്ലിച്ച് ചെയ്തേക്കുവന്നു. നമുക്ക് എന്തായാലും ഗാർഡിനെ ഒന്ന് വിളിക്കാം. കാരണം ഗാർഡിനെ ഒന്ന് വിളിച്ചാൽ നമുക്ക് അത് 30 സെക്കൻഡ് 1 മിനിറ്റ് ആക്കാം. കാരണം എനിക്ക് അവിടെ ഒന്നുമില്ല ഡിസ്മിസ് ഗാർഡ്. അയ്യോ അറിയാതെ കാലം ഇറങ്ങാൻ പറ്റത്തില്ലേ? ഓ അതിന് തുറക്കണം. നമ്മുടെ എന്തോ ഉണ്ട്. പാവം കാട്. ഗിരി പോകൂ. എൻ്റെ മോനെ ചേച്ചി സുഖമല്ലേ? നമുക്ക് ഇവിടെ നിന്ന് അമിട്ട് മേടിക്കാം. നമുക്ക് ഇവിടെ എന്തോ അമിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൈ അമിട്ട്. അമ്മച്ചി അതെന്താ നമുക്ക് അമിട്ട് മേടിക്കാൻ പറ്റാത്ത? നമ്മുടെ പൈസ ഉണ്ടല്ലോ. അതിനെന്തോ 4 രൂപയെങ്ങാണ്ടാ. അമ്മട്ട് വന്നോ? ഇല്ലല്ലോ. നമ്മുടെ 64 രൂപയുണ്ട്. അയ്യോ അതിലടക്കല്ലേ എൻ്റെ അമ്മ. നമുക്ക് രാത്രി ഇരുന്ന് കുഴിക്കാം. ഒന്നും കൂടെ കോൾഡ് ഗാർഡ് ചെയ്യും. അന്നേരം സാധനങ്ങൾ സെല്ല് ചെയ്യണ്ടേ?
സാധനങ്ങൾ എടുക്കാം. നമുക്ക് ആ ബോംബ് മേടിക്കാൻ പറ്റും. ഗെയിം മ്യൂസിക്കിൻ്റെ ഒരു കാര്യം നമുക്ക് അമ്പനിയുണ്ട്, ബിറ്റ് കോയിൻ എടുക്കാം. ഈ സൈഡിൽ നമ്മൾ ടൈമർ എന്താ കാണിക്കാത്തതെന്ന് അറിയാവോ? സ്ലീപ്പിന് സമയം നമുക്ക് ആ സമയം കൊണ്ട് കുഴിക്കാൻ പറ്റും. ശരിയാ, നമ്മുടെ ഹെൽത്ത് ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്തോ വേണോ കുഴിക്കണോ? രാവിലെ ചെയ്യാം. അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നല്ല ഉണർവോടെ ചെയ്യാം. പക്ഷേ എന്നാൽ പൈസ നമ്മളിൽ ഉണ്ടല്ലോ. നമ്മുടെ എം പി കൂട്ടുകാരൻ എന്താ പറയാ, എന്താ എം പി കൂട്ടുകാരൻ? According to my geological knowledge, you can dig down about 10 meters, then you will hit hard rock. Don't worry, there's a horizontal layer of soft clay down there. I just need to figure out which direction is best to tunnel through it. അന്നേരം നമ്മുടെ എം പി കൂട്ടുകാരൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എം പി കൂട്ടുകാരൻ 10 മീറ്റർ നമ്മൾ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആണെങ്കിൽ പിന്നെ കല്ല് വരും, പാറ നമുക്ക് എന്താണെങ്കിലും പൊട്ടിക്കാൻ പറ്റത്തില്ല. അന്നേരം നമുക്ക് ഇനി ഏതോ ഒരു ഡയറക്ഷനിലോട്ട് നമ്മൾ കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ക്ലേ കിട്ടും. പക്ഷെ അവൻ ഏത് ഡയറക്ഷനാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ഡയറക്ഷൻ ഇനി നാളെയോ എല്ലാം പറയുമായിരിക്കും, അറിയത്തില്ല. പക്ഷെ 10 മീറ്റർ കുഴിക്കാൻ പാടാണ്. നമുക്ക് വെയർ ഹൗസിൽ ഒന്നുകൂടെ പോയേക്കാം. പാനിക്കാവണ്ട, അതെല്ലാം പതിയെ. ഡൈനാമിക് 2 മേടിക്കാം. മതി, പെട്ടെന്ന് പോ. നമ്മൾ 2 അമിട്ട് മേടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ 2 അല്ല, ഇതുണ്ടോ? ഇവിടെ നിന്നിട്ട് പൊട്ടിക്കല്. ഗാർഡിനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ? എനിക്കൊരു സംശയമുണ്ട്. കുറച്ചിട്ട് പോയി. സുഖം ടേസ്റ്റി. മോളിൽ നിറണോ? നമുക്കെന്തെങ്കിലും പറ്റുമോ? പിന്നെ അമിട്ട് പ്ലാൻ ചെയ്യാം. അയ്യോ, പൊട്ടിക്ക്. ഇപ്പുറത്തോട്ട് പൊട്ടിക്ക്. ഇവിടെയോ? ഇപ്പുറത്തെ സൈഡിൽ. ഇവിടെ മണ്ടയ്ക്കോട്ട് പോവാം. മണ്ണുണ്ടാവില്ലേ? ഇല്ല, അമിട്ടിന് മണ്ണില്ല. വേണ്ട, കുഴിക്കണ്ട. കുറച്ച് സമയമുണ്ട്. നമ്മൾ ഉമ്മ പൈസ കളഞ്ഞു. അതൊരു ദാനവും ഇല്ല. അത് ചുമ്മാ പൈസ കളഞ്ഞു. നമുക്ക് കോമ്പസ് വേണം. അത് ഡയറക്ഷൻ എന്താന്ന് പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ അവൻ ഡയറക്ഷൻ പറഞ്ഞില്ല. പിന്നെന്തിനാ കോമ്പസ്? ടോയ്ലറ്റ് പേപ്പർ. എന്താ കോമ്പസ് പോയി വാങ്ങിക്കാം. എന്താണ് ഡയറക്ഷൻ ആണല്ലോ ആവശ്യം വരും. ഇവിടെ അല്ല. പിന്നെങ്ങനെ നമ്മൾ ഡയറക്ഷൻ കാണിക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ എം പി കൂട്ടുകാരൻ വേറെ ഏതെങ്കിലും ഷോപ്പിട്ട് വെച്ച് കാണും. പക്ഷെ കുറച്ച് 10 മീറ്റർ കുഴിക്കണം. നമ്മൾ ഇച്ചിരി 10 മീറ്റർ ഒന്നും കുഴിച്ചില്ല. അന്നേരം നമ്മൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം നമ്മൾ ഭയങ്കര ലോങ് വീഡിയോ ആയി. അന്നേരം നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അന്നേരം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ എം പി കൂട്ടുകാരൻ നമുക്ക് പറഞ്ഞു തന്നു നമ്മൾ 10 മീറ്റർ അടി പോകണം. 10 മീറ്റർ അടി പോയതിനു ശേഷം അവർ ഏതോ അവിടെ കല്ലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് ആ ഡയറക്ഷനൊക്കെ ഇനി അറിയാൻ വേണ്ടിയിട്ട് അവൻ അടുത്ത ദിവസം പറഞ്ഞു തരും. അന്നേരം നമ്മൾ ഇന്നത്തെ ഗെയിമിംഗ് വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവരും അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം നമുക്ക് നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ.